ഹലോ ഫ്രണ്ട്സ്, ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ദ റേഷ്യോ ബിറ്റ്വീൻ സൈഡ്സ് ആൻഡ് ആംഗിൾസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതായത് ഒരു മട്ട ത്രികോണത്തിന്റെ വശങ്ങളും കോണുകളും തമ്മിലുള്ള അംശബന്ധം. എല്ലാ വർഷവും SSLC പരീക്ഷയ്ക്ക് ഈ ഭാഗത്തെ അടിസ്ഥാനമാക്കി കുറഞ്ഞത് 2 മാർക്കിനെങ്കിലും ചോദിക്കാറുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ റേഷ്യോസ് അഥവാ അംശബന്ധങ്ങളെ കുറിച്ചും അതിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ കുറിച്ചും ഇത് ഉപയോഗിച്ച് സൈൻ, കോസ്, ടാൻ എന്നിവയുടെ ചില ആംഗിൾസ് എങ്ങനെ ഈസിയായി കണ്ടുപിടിക്കാം എന്നുമാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് അഥവാ 2 മട്ട ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. അതിലെ ആദ്യത്തെ ട്രയാങ്കിൾ അഥവാ ആദ്യത്തെ ത്രികോണം നോക്കാം. ഇതിൽ ആംഗിൾസുകളുടെ റേഷ്യോ എങ്ങനെയാണ് വരുന്നത്? 45 ഡിഗ്രി ഈസ് ടു 45 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി എന്ന റേഷ്യോയിലാണ്. ഇനി ഇതിന്റെ സൈഡുകളുടെ റേഷ്യോസ് എങ്ങനെയാണ് എഴുതുക? ആദ്യം തന്നെ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എത്രയാണ്? 1 ഈസ് ടു. ഇനി രണ്ടാമത്തെ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റും 1 തന്നെ ഈസ് ടു 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് √2. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? രണ്ട് 45 ഡിഗ്രി കോണുകളുടെയും ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എതിർവശം എന്നത് തുല്യമായിരിക്കും. ഇനി 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണോ അതിനോട് √2 ഗുണിച്ചതായിരിക്കും 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് നമുക്ക് 3 തന്നിട്ടുള്ളത് എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റും എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണോ അതിനോട് √2 ഗുണിച്ചു കഴിഞ്ഞാൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് നമുക്ക് കിട്ടും. അതായത് 3ന്റെ കൂടെ √2 ഗുണിച്ചു കഴിഞ്ഞാൽ 3√2. അതായത് എങ്ങനെയാണ് റേഷ്യോ വന്നത്? 3:3:3√2 എന്ന് വന്നു. ഇനി നമുക്ക് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് തന്നിട്ടുള്ളത് എന്ന് വെക്കുക. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 8 തന്നിട്ടുള്ളത്. അതായത് ചോദ്യം ഇങ്ങനെയാണ്: ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഇതിന്റെ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 45 ഡിഗ്രി, അതുപോലെ ഈ ആംഗിളും 45 ഡിഗ്രി. നമുക്ക് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 8 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ട് 45 ഡിഗ്രിയുടെയും ഓപ്പോസിറ്റ് സൈഡുകളാണ്. നമുക്കറിയാം, രണ്ട് 45 ഡിഗ്രിയുടെയും ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശങ്ങളുടെ നീളം എന്നത് തുല്യമായിരിക്കും. അതായത് ഈ ലെങ്ത്തും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇനി നമുക്ക് മറ്റൊരു കാര്യം അറിയാവുന്നത് എന്താണ്? 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഏത് സംഖ്യയാണോ അതിനോട് √2 ഗുണിച്ചപ്പോഴാണ് നമുക്ക് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിട്ടുക എന്ന് നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്യുന്നു? 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുകയാണ്. എക്സോ, വൈയോ, സെഡ് ഏത് ലെറ്റർ കൊണ്ട് വേണമെങ്കിലും സൂചിപ്പിക്കാം. ഞാനിവിടെ എക്സ് കൊണ്ടാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഈ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയ എക്സിനോട് √2 ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ്. അതായത് ഇവിടെ എത്രയാണ്? 8. ഇതിൽ നിന്നും നമുക്ക് എക്സ് കണ്ടുപിടിച്ചൂടെ? അതായത് 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കണ്ടുപിടിച്ചൂടെ? അതായത് എക്സ് ഈക്വൽ ടു 8/√2. അതായത് ഇവിടെ ഗുണനം √2, ഈ സൈഡിലേക്ക് വരുമ്പോൾ ഹരണം √2 ആവും. അതായത് 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് നമുക്ക് എന്ത് കിട്ടി? 8/√2 ആണ്. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? 8/√2 ഈസ് ടു 8/√2 ഈസ് ടു 8. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്ര മാത്രമാണ്: 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് രണ്ട് സൈഡിലേക്കും വരുന്നത് ഒരേ നീളമായിരിക്കും. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണോ അതിന്റെ കൂടെ ജസ്റ്റ് √2 ഗുണിച്ചാൽ മതി. ഈ ഒരു കാര്യം അറിഞ്ഞിരുന്നാൽ നമുക്ക് ഇതിൽ ഏത് സൈഡ് തന്നാലും നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള സൈഡുകൾ കണ്ടുപിടിക്കാം. ഇനി അടുത്ത ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ എങ്ങനെയാണ് ആംഗിൾസ് വന്നിട്ടുള്ളത്? 30 ഡിഗ്രി ഈസ് ടു 60 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി എന്ന റേഷ്യോയിലാണ്. ഇനി 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് അഥവാ എതിർവശം 1, 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് അഥവാ എതിർവശം √3, 90 ഡിഗ്രിയുടെ എതിർവശം എന്ന് പറയുന്നത് 2. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണോ അതിന്റെ കൂടെ √3, ഓക്കെ, ഇവിടെ √2, ഇവിടെ √3, √3 ഗുണിച്ചു കഴിഞ്ഞാൽ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിട്ടും. ഇനി 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണോ അതിന്റെ ഇരട്ടിയാണ് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്. അതായത് ഇപ്പൊ നമുക്ക് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 3 തന്നിട്ടുള്ളത് എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 3ന്റെ കൂടെ ജസ്റ്റ് √3 ഗുണിച്ചാൽ മതി. ഇനി 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 3ന്റെ ഇരട്ടി. 3ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 3 × 2 എത്രയാണ്? 6.
ഓക്കെ, ഇനി നമുക്ക് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് തന്നിട്ടുള്ളത് എന്ന് വെക്കുക. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് നമുക്ക് 8 തന്നിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റും കണ്ടുപിടിക്കണം, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റും കണ്ടുപിടിക്കണം. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഈ ആംഗിൾ 90 ഡിഗ്രിയും ഈ ആംഗിൾ 60 ഡിഗ്രിയും ഈ ആംഗിൾ 30 ഡിഗ്രിയുമാണെങ്കിൽ, ഓക്കെ, 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് 8. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണോ അതിന്റെ കൂടെ √3 ഗുണിക്കുമ്പോഴല്ലേ നമുക്ക് 8 കിട്ടുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഒരു XYZ അങ്ങനെ ഏതെങ്കിലും ഒരു ലെറ്റർ യൂസ് ചെയ്യാം. അപ്പൊ എക്സ് എടുത്തു. ഈ എക്സിന്റെ കൂടെ, എക്സ് എന്ന് പറയുന്നത് എന്താണ്, 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ നീളമാണ്. ഈ എക്സിന്റെ കൂടെ √3 ഗുണിക്കുമ്പോഴാണ് നമുക്ക് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിട്ടുന്നത്, അതായത് 8 കിട്ടുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിച്ചൂടെ, എക്സ് ഈക്വൽ ടു 8/3, 8/√3. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 8/√3 ആണെന്ന് കിട്ടിയില്ലേ. അപ്പൊ നമുക്ക് അതിവിടെ എഴുതാം. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്. നമുക്കറിയാം 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണോ അതിന്റെ ഇരട്ടി, അതായത് അതിനോട് 2 ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിട്ടും. 8 × 2 16 ഹരിക്കണം 3. അപ്പൊ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്ത് വന്നു, 16 ഹരിക്കണം √3. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇനി സപ്പോസ് നമുക്ക് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് തന്നിരിക്കുന്നത് എങ്കിലോ, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് നമുക്ക് 12√3 ആണ് തന്നിട്ടുള്ളത് എന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി 2 സൈഡുകളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 60 ഡിഗ്രി, അതുപോലെ ഈ ആംഗിൾ 30 ഡിഗ്രി. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 12√3 ആണ്. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യം എന്താണ്, ഈ ഒരു കൺസെപ്റ്റ് ആണ് നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. അതായത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റിന്റെ ഇരട്ടിയാണ്. അതായത് ഇപ്പൊ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് നമ്മൾ ജസ്റ്റ് എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ എക്സിന്റെ ഇരട്ടി, അതായത് എക്സിനോട് 2 ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ ഇരട്ടി കിട്ടിയില്ല. അതാണ് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്, അതായത് 12√3 എന്ന് പറയുന്നത്. ഓക്കെ, 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ ഇരട്ടി. ഓക്കെ, 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ എക്സ് ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ആ എക്സിന്റെ ഇരട്ടിയാണ് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് 12√3 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഈ 2 ഈ സൈഡിലേക്ക് പോയാൽ 12√3 ഹരിക്കണം 2. 12ന്റെ പകുതി എത്രയാ, 6√3. നമുക്ക് എന്ത് കിട്ടി, 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് കിട്ടി. എത്രയാണ്, 6√3. ഓക്കെ, ഇവിടെ എഴുതാം 6√3. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ്. നമുക്കറിയാം 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിനോട് √3 ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് കിട്ടില്ലേ. അതായത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് 6√3 ആണ്. അതിന്റെ കൂടെ ജസ്റ്റ് √3 ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് കിട്ടും. ഓക്കെ, അപ്പൊ √3 × √3 എന്ത് വരും, 3. അപ്പൊ 6 × 3, 6 × 3 എന്ത് വരും, 18. അതായത് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 18. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കണ്ടുപിടിക്കാം. നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ആ ഒരു കൺസെപ്റ്റ് ആണ്. അതായത് ഇവിടെ എന്താണ്, 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആയിരിക്കും. അതിനോട് √2 ഗുണിച്ചു കഴിഞ്ഞാൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് കിട്ടും. ഈ ഫിഗറിലാണെങ്കിലോ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്താണോ അതിനോട് √3 ഗുണിച്ചു കഴിഞ്ഞാൽ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് കിട്ടും. ഇനി 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ ഡബിൾ അഥവാ ഇരട്ടി എടുത്തു കഴിഞ്ഞാൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡും കിട്ടും. ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗത്തിൽ നമ്മൾ കാണാതെ പഠിക്കുന്ന ഒരു കാര്യമാണ് സൈൻ, കോസ്, ടാൻ എന്നിവയുടെ 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി കോണളവുകൾ. ട്രിഗ്നോമെട്രി എന്ന പാഠഭാഗത്തിൽ നിന്നും 5 മാർക്കിന് ചോദിക്കുന്ന റിയൽ ലൈഫ് ക്വസ്റ്റ്യൻസിലൊക്കെ സൈൻ, കോസ്, ടാൻ എന്നിവയുടെ 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി ആംഗിൾസുകൾ നമുക്ക് ആവശ്യം വരാറുണ്ട്. പക്ഷെ നമുക്ക് ചോദ്യത്തിൽ അത് തന്നിട്ടുണ്ടാവില്ല. പക്ഷെ 30, 45, 60 ഡിഗ്രി ആംഗിൾസ് അല്ലാതെ മറ്റേതെങ്കിലും കോണുകളാണെങ്കിൽ, അതായത് സൈൻ 40 ഡിഗ്രി അല്ലെങ്കിൽ ടാൻ 70 ഡിഗ്രി, കോസ് 65 ഡിഗ്രി, ഇവയൊക്കെ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ടാകും. പക്ഷെ 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി എന്നീ കോൺ അളവുകളിൽ സൈൻ, കോസ്, ടാൻ എന്നിവയുടെ വാല്യൂസ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ സാധാരണ നമ്മൾ അത് കാണാതെ പഠിക്കുകയാണ് പതിവ്. പക്ഷേ ഈ 2 ട്രയാങ്കിൾസുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൈൻ, കോസ്, ടാൻ എന്നിവയുടെ 30, 45, 60 ആംഗിൾസുകൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ സൈൻ 30 ഡിഗ്രിയിൽ തുടങ്ങാം.
സൈന് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അഥവാ 30 ഡിഗ്രിയുടെ എതിർവശം ബൈ കർണം. ഈ രണ്ട് ഫിഗറിൽ 30 ഡിഗ്രി ആംഗിൾ ഉള്ളത് ഇവിടെയല്ലേ? 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശം എത്രയാണ്? 1 ബൈ ഹൈപ്പോട്ടന്യൂസ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ കർണം 2ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എത്രയാണോ അതാണ് ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സൈൻ 30 ഡിഗ്രി എന്നത് 1/2 ആണ്. ഇനി കോസ് 30 ഡിഗ്രി. കോസിന്റെ ഇക്വേഷൻ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് 30 ഡിഗ്രിയുടെ സമീപവശം ബൈ കർണം. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശമാണ് 1. 30 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് അപ്പോൾ എന്താണ്? √3 ആണ്. അപ്പൊ അഡ്ജസന്റ് സൈഡ് അല്ലെങ്കിൽ സമീപവശം √3, ഹൈപ്പോട്ടന്യൂസ് 2. അതായത് കോസ് 30 ഡിഗ്രി √3/2 ആണ്. ഇനി ടാൻ 30 ഡിഗ്രി. ടാനിന്റെ ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, അതായത് 30 ഡിഗ്രിയുടെ എതിർവശം ബൈ സമീപവശം. 30 ഡിഗ്രിയുടെ എതിർവശം ഏതാണ്? 30 ഡിഗ്രിയുടെ എതിർവശം 1 ബൈ. ഇനി 30 ഡിഗ്രിയുടെ സമീപവശമോ? √3. അപ്പൊ 1/√3 ആണ് ടാൻ 30 ഡിഗ്രി. ഇനി സൈൻ, കോസ്, ടാൻ എന്നിവയുടെ 45 ഡിഗ്രി കണ്ടുപിടിക്കാം. സൈൻ 45 ഡിഗ്രി. സൈനിന്റെ ഇക്വേഷൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് 45 ഡിഗ്രിയുടെ എതിർവശം ബൈ കർണം. 45 ഡിഗ്രി ആംഗിൾ ഈ ഫിഗറിലല്ലേ വരുന്നത്? അപ്പൊ നമുക്ക് ഈ 45 ഡിഗ്രി എടുക്കാം. 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാ? 1. ഇനി 45 ഡിഗ്രിയുടെ ഇനി ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അഥവാ ഈ മട്ടത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം √2. അപ്പൊ സൈൻ 45 ഡിഗ്രി എന്ന് പറയുന്നത് 1/√2. ഇനി കോസ് 45 ഡിഗ്രി. ഇക്വേഷൻ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് 45 ഡിഗ്രിയുടെ സമീപവശം ബൈ കർണം. 45 ഡിഗ്രിയുടെ സമീപവശം എന്താ? 1 ബൈ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം √2. ഇനി ഇതുപോലെ ടാൻ 45 ഡിഗ്രി. ടാനിന്റെ ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, അതായത് 45 ഡിഗ്രിയുടെ എതിർവശം ബൈ സമീപവശം. 45 ഡിഗ്രിയുടെ എതിർവശം 1 ബൈ. ഇനി 45 ഡിഗ്രിയുടെ സമീപവശവും 1 ആണ്. 1/1 എന്ത് വന്നു? 1. ടാൻ 45 ഡിഗ്രി 1 ആണ്. ഇനി അടുത്തത് സൈൻ 60 ഡിഗ്രി. ഓക്കെ, സൈനിന്റെ ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് 60 ഡിഗ്രി കോണിന്റെ എതിർവശം ബൈ കർണം. 60 ഡിഗ്രി കോൺ വരുന്നത് ഈ ഫിഗറിലല്ലേ? 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാ? √3. ഇനി ഈ ഫിഗറിലെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം 2, അതായത് സൈൻ 60 ഡിഗ്രി √3/2. ഇനി കോസ് 60 ഡിഗ്രി. കോസ് ഇക്വേഷൻ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് 60 ഡിഗ്രി കോണിന്റെ സമീപവശം ബൈ കർണം. 60 ഡിഗ്രി കോണിന്റെ സമീപവശം 1 60 ഡിഗ്രി കോണിന്റെ കർണം അഥവാ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിലെ ഹൈപ്പോട്ടന്യൂസ് ആണ് 2. അപ്പൊ അഡ്ജസന്റ് സൈഡ് 1 ബൈ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം 2. 1/2 ആണ് കോസ് 60 ഡിഗ്രി. ഇനി ടാൻ 60 ഡിഗ്രി എത്രയാണെന്ന് നോക്കാം. ടാൻ 60 ഡിഗ്രിയുടെ ഇക്വേഷൻ എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? √3 അല്ലേ? അപ്പൊ √3 ബൈ. ഇനി 60 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് അഥവാ സമീപവശം ഏതാ? 1. അപ്പൊ √3/1 എന്ത് വന്നു? √3 തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 30 ഡിഗ്രി 1/2, കോസ് 30 ഡിഗ്രി √3/2, ടാൻ 30 ഡിഗ്രി 1/√3. ഇനി അതുപോലെ സൈൻ 45 ഡിഗ്രി 1/√2, കോസ് 45 ഡിഗ്രിയും 1/√2, ടാൻ 45 ഡിഗ്രി 1. ഇനി സൈൻ 60 ഡിഗ്രി √3/2, കോസ് 60 ഡിഗ്രി 1/2, ടാൻ 60 ഡിഗ്രി √3. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഫിഗേഴ്സ് നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സൈൻ, കോസ്, ടാൻ എന്നിവയുടെ 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി എന്നീ കോണുകൾ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ പെട്ടെന്ന് ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഓക്കെ, അതായത് നമുക്കൊരു ചോദ്യം വന്നിരിക്കുകയാണ്. ആ ചോദ്യത്തിൽ നമ്മളോട് കോസ് 60 ഡിഗ്രി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. അതെങ്ങനെയാണ് നമുക്ക് ഈ ഫിഗർ ഉപയോഗിച്ച് എളുപ്പത്തിൽ കണ്ടുപിടിക്കുക എന്ന് നോക്കാം. നമുക്കറിയാം ഈ ആദ്യത്തെ ഫിഗറിൽ 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി കോണാണ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 60 ഡിഗ്രി അല്ലേ? അപ്പൊ നമുക്ക് ഈ രണ്ടാമത്തെ ഫിഗർ ആണ് ആവശ്യം. ജസ്റ്റ് ആ ഫിഗറിന്റെ ഒരു റഫ് ഫിഗർ നമുക്ക് ഇവിടെ വരയ്ക്കാം. 90 ഡിഗ്രി, ഈ ആംഗിൾ 60 ഡിഗ്രി, ഈ ആംഗിൾ 30 ഡിഗ്രി. ഇനി ഇതിന്റെ സൈഡുകളുടെ നീളവും നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ്? 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 1ന്റെ കൂടെ √3 ഗുണിക്കുന്നതാണ്. അതായത് 1 × √3 √3. ഇനി 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റോ 1ന്റെ ഇരട്ടി, അതായത് 2.
അപ്പൊ ഈ ഒരു ഫിഗർ നമുക്ക് കാണാതെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആദ്യം തന്നെ cos 60 ഡിഗ്രിയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഫിഗറിന്റെ ഒരു റഫ് ഫിഗർ ചോദ്യ പേപ്പറിന്റെ സൈഡിൽ വരയ്ക്കുക. ഇനി cos 60 ഡിഗ്രി കണ്ടുപിടിക്കാൻ കോസിന്റെ ഇക്വേഷൻ നമുക്കറിയാം, എന്താണ്, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് 60 ഡിഗ്രിയുടെ സമീപവശം ബൈ കർണം. 60 ഡിഗ്രിയുടെ സമീപവശം എന്ന് പറയുന്നത് നമുക്ക് 1, 2 ഈ രണ്ട് സൈഡും വരാം. അതിൽ ഈ സൈഡ് എടുക്കാത്തതിന്റെ കാരണം എന്താണ്, ഈ സൈഡ് എന്ന് പറയുന്നത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണമാണ്. അത് ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടോ അല്ലെങ്കിൽ അഡ്ജസന്റ് സൈഡ് ആയിട്ടോ ഒന്നും എടുക്കാൻ സാധിക്കില്ല. അതെന്താണ്, ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ്. അപ്പോൾ 60 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 60 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് ഏതാണ്, 1. അപ്പൊ 1 എന്ന് എഴുതി. ഇനി ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് 2. അപ്പൊ നമുക്ക് ചോദ്യത്തിൽ cos 60 ഡിഗ്രി 1/2 ആണെന്ന് കിട്ടി. ഓക്കെ, സപ്പോസ് നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത് tan 30 ഡിഗ്രി ആണെന്ന് വെക്കുക. tan 30 ഡിഗ്രിയാണ് നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ നമ്മുടെ രണ്ടാമത്തെ ഫിഗർ, അതായത് 30 ഡിഗ്രി കോൺ വരുന്ന ആ ഫിഗർ വരയ്ക്കും. ഈ ആംഗിൾ 60 ഡിഗ്രി, ഈ ആംഗിൾ 30 ഡിഗ്രി, ഈ ആംഗിൾ 90 ഡിഗ്രി. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 1 ആണ്, 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് √3 ആണ്, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 1ന്റെ ഇരട്ടി 2 ആണ്. tan 30 ഡിഗ്രിയല്ലേ കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഇക്വേഷൻ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, അതായത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാ, 1. ഇനി 30 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് എത്രയാണ്, √3. ഉത്തരം 1/√3. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് ഫിഗറുകൾ അഥവാ ചിത്രങ്ങൾ നമുക്ക് അറിയുമെങ്കിൽ ഈസി ആയിട്ട് സൈൻ, കോസ്, ടാൻ എന്നിവയുടെ 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി കോണുകൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.